ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഏത് പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞേ? പാഠത്തിന്റെ പേരെന്താണ്? രാജുവും അച്ഛനും അല്ലേ? രാജുവും അച്ഛനും കൂടി കടയിലേക്ക് പോകുന്നതും കുറേ സാധനങ്ങൾ, വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. വീട്ടിലത്തെ ഓരോ സാധനത്തിൻ്റെയും ആവശ്യം എന്താണ്, അതെവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ രാജു അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ അതിനെ മറുപടി പറയുന്നു. അതായിരുന്നു നമ്മുടെ പാഠഭാഗം. അച്ഛൻ പുതിയ സ്കൂട്ടർ മേടിച്ചിട്ടുണ്ട്. ആ സ്കൂട്ടറിലെ രാജു പുറത്തേക്ക് പോകുകയാണ്. എന്തിനാണ് പോണത്? വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ സ്കൂട്ടർ പോകുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഈ സ്കൂട്ടറിൽ എന്താണ് ഒഴിക്കുന്നത് എന്ന്. എന്ത് ഒഴിച്ചിട്ടാണ് നമ്മുടെ സ്കൂട്ടർ ഓടുന്നത്? അപ്പോൾ അച്ഛൻ പറയാണ്, പെട്രോൾ ഒഴിച്ചിട്ടാണ്. പെട്രോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു ഇന്ധനമാണ് പെട്രോൾ. അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ചോദിക്കുന്നു. മഞ്ഞൾ, അതിൻ്റെ ഗുണം എന്താണ്? മഞ്ഞൾ നമ്മൾ കറിയിൽ ഉപയോഗിക്കണില്ലേ? മഞ്ഞപ്പൊടി എന്തിനാണ്? കറികൾക്ക് നിറവും കിട്ടും, അതേസമയം തന്നെ വിഷാംശം ഇല്ലാതാക്കാനുള്ള കഴിവ്, ഔഷധ ഗുണം നമ്മുടെ മഞ്ഞളിന് ഉണ്ട്. മുളകും രണ്ട് രീതിയിലുണ്ട്. പച്ചമുളകുണ്ട്, ഉണങ്ങിയ മുളകുണ്ട്. മുളകാണ് നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് എരിവ് കിട്ടുന്നത്. പിന്നെ കറിയുപ്പ്. കറിയുപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഹാര സാധനങ്ങൾക്ക് ടേസ്റ്റ് കിട്ടാൻ അല്ലേ? ഉപ്പില്ലെങ്കിൽ നമുക്ക് കറി ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കറികൾക്ക് ടേസ്റ്റ് കിട്ടാൻ ഉപ്പ് ഉപയോഗിക്കുന്നു. ഈ കറിയുപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? കടൽ വെള്ളം വറ്റിച്ചിട്ടാണ് കറിയുപ്പ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്. അതിനുള്ള ഉത്തരവൊക്കെ അവൻ്റെ അച്ഛൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം എല്ലാവരും നല്ലപോലെ വായിച്ചിട്ടുണ്ടെന്ന് മാമിനെ അറിയാം. ഇനി നമുക്ക് അതിലെ പുതിയ പദങ്ങളും അർത്ഥവും വിപരീതവും ഒക്കെ ഒന്നുകൂടി നമുക്ക് പഠിക്കാം. നോട്ട്സ് എല്ലാവരും എഴുതിയിരുത്തതാണല്ലോ? എഴുതിയെടുത്തിട്ടുണ്ടല്ലേ? എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. നമുക്ക് ആ പാഠഭാഗത്തെ അർത്ഥവും പുതിയ പദമൊക്കെയാണ് മാം പറഞ്ഞു തരാൻ പോകുന്നത്. മാം പറയുമ്പോൾ ഒപ്പം നിങ്ങൾ പറയണം. എല്ലാവരും നോക്കൂ. നമ്മുടെ പാഠം ഏതാണ്? രാജുവും അച്ഛനും എന്നുള്ള പാഠം. അതിലെ പുതിയ പദങ്ങളാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. മാം വായിച്ചു തരാം. ഒന്നാമത്തെ പദം എന്താ വായിക്കാം? ഉത്സാഹം. ഉത്സാഹം. ഉത്സാഹം എന്താ ചെയ്യാനുള്ള വളരെ സന്തോഷത്തോടുകൂടി ഒരു ഉന്മേഷമായിട്ടിരിക്കും. ഉത്സാഹം ചെയ്യാൻ ഭയങ്കര ഉഷാറാണെന്ന് പറയും. ഉത്സാഹം. സാധനം. പെട്രോൾ. പെട്രോൾ ആണ് സ്കൂട്ടറിൽ ഒഴിക്കുന്ന ഇന്ധനം. ഊർജം. ഊർജം. ബലൂൺ. ബലൂൺ. ഇനി നമുക്ക് അതിന്റെ അർത്ഥമാണ് പഠിക്കാനായിട്ടുള്ളത്. കൗതുകം. കൗതുകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം. കൗതുകം, സന്തോഷം. ലഘു, കനം കുറഞ്ഞ, ചെറുതായിട്ട് കന അധികമില്ലാത്തത്. ലഘു, കനം കുറഞ്ഞ. സ്വാദ്, രുചി. സ്വാദ്, രുചി. മോഹം. മോഹം എന്ന് പറഞ്ഞാല് ആഗ്രഹം. മോഹം, ആഗ്രഹം. അച്ഛൻ, പിതാവ്. അച്ഛൻ, പിതാവ്. അർത്ഥം ഒന്നുകൂടി വായിക്കാം. കൗതുകം, സന്തോഷം. ലഘു, കനം കുറഞ്ഞ. സ്വാദ്, രുചി. മോഹം, ആഗ്രഹം. അച്ഛൻ, പിതാവ്. ഇത്രയും പദങ്ങളാണ് നമുക്ക് അർത്ഥം പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആ പാഠഭാഗത്തെ പര്യായ പദങ്ങളാണ്. ഭൂമി പര്യായം. ഭൂമി പര്യായം എന്താ? ധര, അവനി. ഭൂമി പര്യായം ധര, അവനി. ആന പര്യായം കരി, ഗജം. കടൽ, ആഴി, സാഗരം. ആഴി, സാഗരം. വിപരീത പദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗുണം എന്നതിന്റെ വിപരീതം എന്താണ്? ദോഷം. ഗുണം, ദോഷം. ലഘു, ഗുരു. ലഘു, ഗുരു. രസം, നീരസം. രസം, നീരസം. വാങ്ങുക. നമ്മൾ സാധനങ്ങൾ വാങ്ങി, അതിന്റെ വിപരീതം എന്താണ്? വാങ്ങുക, വിൽക്കുക. വാങ്ങുക, വിൽക്കുക. ഇനി നമുക്ക് പിരിച്ചെഴുതാനുള്ള പദങ്ങളാണ് പഠിക്കാൻ. ഉത്സാഹത്തിലാണ്. എങ്ങനെയാ പിരിച്ചെഴുതുക? ഉത്സാഹത്തിൽ പ്ലസ് ആണ്. കൗതുകമായി. കൗതുകം പ്ലസ് ആയി. കൗതുകം പ്ലസ് ആയി. പച്ചക്കറി. പച്ച പ്ലസ് കറി. ഇപ്പൊ രണ്ട് പിരിച്ചെഴുതുമ്പോൾ തകാരം ഒരെണ്ണേ എഴുതുള്ളൂ കേട്ടോ. ഉത്സവമായിരുന്നു. ഉത്സവം പ്ലസ് ആയിരുന്നു. ഇപ്പൊ പിരിച്ചെഴുത എല്ലാവരും പഠിച്ചു. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്? പുതിയ പദം പഠിച്ചു, അർത്ഥം പഠിച്ചു, പര്യായം പഠിച്ചു,
വിപരീതം പഠിച്ചു, പിരിച്ചെഴുതുകയും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും റഫ് ബുക്കിൽ 5 ടൈംസ് എഴുതി പഠിക്കണം. നോട്ട് എല്ലാവരും എഴുതിയെടുത്തതാണ്. മാം ഇന്നെടുത്ത ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ റഫ് ബുക്കിലെ 5 ടൈംസ് എഴുതി പഠിക്കണം. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.